ടോയ് ബ്രോ, താങ്കളുടെ വളരെ അടുത്ത സുഹൃത്താണ് ഉണ്ണിമുന്ത്. ഉണ്ണിമുന്തൻ്റെ ഒരു പടം റിലീസായിട്ടുണ്ട്. ഇത് മലയാള ഇൻഡസ്ട്രിയിലും അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കരിയറിലും മലയാളത്തിൽ ഇന്ന് വരെ കാണാത്ത പീക്ക് അറ്റംപ്റ്റിലാണ് മാർക്കോ റിലീസായിട്ടുള്ളത്. അത് കണ്ടിരുന്നോ? എന്തെങ്കിലും വിശ്വസ് പറഞ്ഞിരുന്നോ? എന്താണ്? ഞങ്ങള് നിങ്ങൾക്ക് എത്രത്തോളം അറിയുന്നതറിയില്ല, ഞങ്ങള് എല്ലാ ദിവസവും ഓണം സംസാരിക്കുന്നു. പ്രത്യേകിച്ച് ഈ ഇടയ്ക്ക് ഞങ്ങള് ഇപ്പോ അജയന്റെ അന്വേഷണം റിലീസ് ചെയ്യുന്ന സമയത്താണെങ്കിലും ആ സമയത്ത് മാർക്കോട്ട് റിലീസിന് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ച് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് നമ്മളെ സിനിമകൾ എങ്ങനെ കേരളത്തിന് പുറത്തേക്ക് എത്തിക്കാം എന്നുള്ള കാര്യങ്ങൾ തന്നെയാണ്. ഇത് ഞാൻ പറയുന്നത് മാസങ്ങൾക്ക് മുമ്പത്തെ കാര്യമാണ്. അതുപോലെ എനിക്ക് തോന്നുന്നു ഇൻഡസ്ട്രിയിൽ നിന്ന് നമുക്ക് AR കണ്ടിട്ട് എന്നെ ആദ്യം വിളിച്ച് അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഒരാൾ ഉണ്ണിയാണ്. അതല്ലാതെയും ഇപ്പോൾ മാർക്കോ ഇറങ്ങിയിട്ട് പിറ്റേ ദിവസവും ഞങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്നു. രാത്രി 1 മണി വരെ ഞങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്നു. ഇപ്പൊ ഇന്നും കൂടെ വൈകുന്നേരം കുറച്ച് നേരത്തെ ഞങ്ങൾ സംസാരിച്ചുള്ളൂ. ഉണ്ണി ഈ പടത്തിന്റെ ഇന്ന് രാവിലെ തന്നെ എനിക്ക് ഇപ്പൊ ഞാൻ മാർക്കോന്റെ തലേ ദിവസം ഞാൻ ഓൾ ദ ബെസ്റ്റ് പറഞ്ഞ് പോസ്റ്റ് ഇടയ്ക്ക് രാവിലെ തന്നെ ഞാൻ ഉണ്ണിയെ വിളിച്ച് ഓൾ ദ ബെസ്റ്റ് പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഇന്ന് രാവിലെ ഉണ്ണി എനിക്ക് മെസ്സേജ് അയച്ചിരുന്നുണ്ട് റിലീസിന് ഓൾ ദ ബെസ്റ്റ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അതുപോലെ എന്താ പറയാ, ഞാൻ ഏറ്റവും സന്തോഷിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഉണ്ണിയുടെ ആസ്പിറേഷൻസും ഒക്കെ എനിക്ക് നല്ല കൃത്യമായിട്ട് അറിയുന്നതാണ്. ഞങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടാണ് ഒരുപാട് തവണ. ഒരുപക്ഷെ മറ്റാരും ഇവിടെ നിന്ന് അച്ചീവ് ചെയ്തിട്ടുള്ളതിനേക്കാളും കൂടുതൽ ഔട്ട് ഓഫ് കേരള ഒരു സിനിമയും കൊണ്ട് ട്രാവൽ ചെയ്യാനും അച്ചീവ് ചെയ്യാനായിട്ടും ഉണ്ണിക്ക് സാധിച്ചിട്ടുണ്ട്. അതിൽ ഞാൻ വളരെ ഹാപ്പിയാണ്. ആസ് എ ഫ്രണ്ട് ഞാൻ വളരെ പ്രൗഡാണ്. അതേപോലത്തെ ക്യാരക്ടറൊക്കെ ഇനി ടോവിനോ ഒന്ന് പ്രതീക്ഷിക്കാമോ? ചോരയിൽ കുളിച്ച ടോവിനോ ഒക്കെ ഞാനൊരു ചോരയെ കുളിച്ച് അത്ര നല്ല റെസ്പോൺസ് അല്ല എനിക്ക് ഇവിടെ നിന്ന് കിട്ടിയിരുന്നത്. അത് ഒട്ടിക്കുന്നതാണ് കേരളത്തിന് പുറത്തുനിന്നാണ് കളക്കി നല്ല റെസ്പോൺസ് കിട്ടിയത്. അന്ന് കുറച്ച് ചോരയെ കുളിച്ചതാണ്. കുളിക്കണമെങ്കിൽ കുളിക്കാം. ഞങ്ങൾ വെയിറ്റിംഗ് ആണ്. അതിന്റെ കഥാപാത്രങ്ങൾ അങ്ങനത്തെ വരുമ്പോഴാണ്, സിനിമകൾ അങ്ങനത്തെ വരുമ്പോഴാണ് നമ്മൾ ചെയ്യാൻ കഴിയുന്നത്. ഓക്കെ ടോയ് ബ്രോ, ഇപ്പോൾ ഈ മൂവീസ് റിലീസ് ആവുന്നതും റിവ്യൂ പറയണതൊക്കെ ഇപ്പോൾ കോമൺ ആയിട്ട് കാര്യമാണ്. പക്ഷേ ഇപ്പോൾ ഈടായിട്ട് ആരെങ്കിലും പേഴ്സണലായിട്ട് സ്റ്റാറിനെ ടാർഗറ്റ് ചെയ്യണ പോലെ റിവ്യൂ ചെയ്യുന്നതായി തോന്നിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ചർച്ച നടക്കുന്നുണ്ട്. അങ്ങനെ സോഷ്യൽ മീഡിയയിൽ അങ്ങനെ ചർച്ച നടക്കുന്നതാണ് ചോദിച്ചത്. അങ്ങനെ ഇപ്പോൾ പ്രേക്ഷകരും അതേപോലെ തന്നെ ട്രോളിലും അതേപോലെ ഉണ്ണി മുകുന്ദനെയാണ് പറയുന്നത്. അതുകൊണ്ടാണ് ചോദിച്ചത്. അപ്പോൾ സീക്രട്ട് ഏജന്റ് എന്ന റിവ്യൂവർ ഉണ്ണി മുകുന്ദനെ എന്ന പേഴ്സണലി ടാർഗറ്റ് ചെയ്യുന്ന പോലെ റിവ്യൂ ചെയ്യുന്നുണ്ട്. പ്രേക്ഷകർ അങ്ങനെ ട്രോളിലൂടെയും അതേപോലെ തന്നെ പറയുന്നുണ്ട്. ഉണ്ണിയുടെ പണിവൃത്തിക്ക് ചെയ്യുന്നുണ്ട്. അതിന്റെ റിസൾട്ട് ഉണ്ണിക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ എനിക്കറിയില്ല വേറെ അങ്ങനെ അത്രയൊക്കെ ചർച്ച ചെയ്യപ്പെടുന്ന കാര്യമുണ്ടോ. അത് ഓരോ വ്യക്തികൾക്കും ഓരോ ഇഷ്ടങ്ങളായിരിക്കും. ഇപ്പോൾ അത് പലതരം ഭക്ഷണം ഇഷ്ടമുള്ളത് പോലെ, പലതരം വസ്ത്രങ്ങൾ ഇടാൻ ഇഷ്ടമുള്ളത് പോലെ, പലതരം പാട്ടുകൾ കേൾക്കാൻ ഇഷ്ടമുള്ളത് പോലെ എല്ലാവർക്കും ഒരേ ടേസ്റ്റ് അല്ലല്ലോ ഉള്ളത്. അതുകൊണ്ട് പലർക്കും പല നടന്മാരോട് ഇഷ്ടക്കുറവും ഇഷ്ടക്കൂടുതലും ഒക്കെ ഉണ്ടാവാം. അത് ഇങ്ങനെ എന്താ പറയാ, അതൊരു വ്യക്തിപരമാക്കി വെച്ചിട്ട് അങ്ങനെ ആൾക്കാർ പറയുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ അതിലുണ്ടെങ്കിൽ മോശമാണ്. പക്ഷെ ഞാൻ പറയുന്നത് അതൊക്കെ ബാധിക്കാവുന്നതിനേക്കാൾ മുകളിലാണ് ഉണ്ണി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഉണ്ണിയുടെ സിനിമയ്ക്ക് ഇപ്പൊ കിട്ടിയിരിക്കുന്ന വിജയം അതിന്റെ എക്സാമ്പിളല്ലേ. അപ്പോൾ വേറെ അങ്ങനെ അതൊക്കെ ടാർഗറ്റ് ചെയ്ത് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അതൊക്കെ നെഗ്ലിജിബിൾ ആണ് എന്നാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നമ്മൾ പണിവൃത്തിയായിട്ട് ചെയ്യുക എന്നുള്ളതിനപ്പുറത്തേക്ക് ഇതിനകത്ത് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. ആൾക്കാരെ നിർബന്ധിച്ച് നല്ലത് പറയുകയും പറ്റില്ലല്ലോ. ആൾക്കാർക്ക് നല്ല തോന്നി പറയണം. അങ്ങനെ പറയുന്നവർ പറയട്ടെ, അല്ലാത്തവർ മാറ്റി പറഞ്ഞിട്ട്. താങ്ക് യു.